എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ ഇവിടെ അടയാളം ഇട്ടിട്ടുണ്ട്. ഇതിലിങ്ങനെ ഉള്ളിലേക്ക് മടക്കി എടുക്കുക. അതിനുശേഷം കൈകൊണ്ട് ഇങ്ങനെ നന്നായി വരച്ചെടുക്കുക. ഇതിലൊരു ലോങ് തൈൽ വേണമെങ്കിൽ അടിക്കാം, അതായത് പിന്നീട് അഴിച്ച് കളയാവുന്ന രീതിയിൽ. ഇത് പിന്നീട് ഇവിടെ ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഈ തൈൽ അഴിച്ച് കളയാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ടക്കുകൾ ഇടാം. ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ടെക്കൊന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഈ സെൻറ്റർ ടെക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്നിച്ച് തന്നെ അടിക്കാവുന്നതാണ്. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒന്നിങ്ങനെ തിരിച്ച് വെച്ചാൽ അത് പെട്ടെന്ന് അഴിഞ്ഞു വരില്ല. ഇനി ഈ സെൻറ്റർ ടക്ക് ഇടാം. ഇതിങ്ങനെ തിരിച്ചടിക്കാം. തിരിച്ചടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. തിരിച്ചടിക്കുമ്പോൾ ഈ പീസ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടടിക്കുമ്പോൾ ഇവിടെ ചുളിവ് വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ അടിക്കാം. ഇനി ഇവിടെ സെൻറ്റർ കട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ അടിയിലുള്ള ക്രോസ് പട്ടി പിടിപ്പിക്കാം. ഇതിങ്ങനെ 3 പീസ് ഡബിളായിട്ട് എടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് 3 പീസ്, അതിലേ കട്ടി ഉണ്ടാവുള്ളൂ. ഇനി തുണി കമ്മിയാണെങ്കിൽ ഉൾസൈഡ് വന്നിട്ട് വേറെ തുണി കൊടുക്കാം, അല്ലെങ്കിൽ പാൻറ്റ് തുണിയാണെങ്കിൽ ഒരൊറ്റ പീസ് കൊടുത്താലും കൂടെ മതി. ഈ പീസ് ഏറ്റവും അടിയിൽ വരുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പട്ടീനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പിന്നെ പറയാം. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ വയ്ക്കുക. ഇതാണ് നല്ല വശത്ത് വരുന്ന പട്ടി. പിന്നെ ഒരു പീസ് നമുക്ക് കട്ടിക്ക് വേണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതുപോലെ ഇത് കറക്റ്റ് നല്ല പീസ്. അതുപോലെ ഇതൊരു പീസ് ഉള്ളിലേക്ക് കനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക. അടിയിൽ വരുന്ന പീസിൻ്റെ മേലെ ഒരു പതിച്ച് വെച്ചിട്ട് ഒരു തൈലിടുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക. ഇത് അല്പം അധികം ഇട്ട പീസാണ് അടിയിലേക്കുള്ളത്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഡബിൾ പീസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അതുപോലെ ഇതിൻ്റെ അടിവശത്ത് നിന്ന് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മടക്കിയത് കൊണ്ട് ഇവിടെ ചുളിവില്ലാതെ വരും. അതിനാണ് ഇങ്ങനെ മടക്കാൻ പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പീസ് ഇങ്ങനെ പിടിക്കുക. ഇവിടെ കറക്റ്റ് ചെയ്ത് പിടിക്കുക, ഈ ബോട്ടം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും കറക്റ്റ് ചെയ്യുക. അതായത് ഈ പതിച്ച് വെച്ചത് ഉള്ളിൽ പോകുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കൂടെ ഒരു തൈലിടാം. ഇനി ഇതിൽ കണ്ടില്ലേ, ഇവിടെ നേരത്തെ ഇട്ട 1/2 ഇഞ്ച് പീസ് ഇവിടെ ഒന്നിങ്ങനെ
ക്രോസിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പീസ് ഈ തയ്യത്തുമ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരടി അടിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ തയ്യത്തുമ്പ് കവർ ചെയ്ത് നിൽക്കും. നൂല് പോവാതെ കറക്റ്റായിട്ട് ഇതിങ്ങനെ മടങ്ങിയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഈ തയ്യത്തുമ്പ് ഇതിൽ കാണാതെ ഇരിക്കും, വൃത്തിയായിട്ടിരിക്കും. എളുപ്പമാണ്, ഓവർലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ ഭാഗം അതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ 2 തയ്യലിന് തയ്യലുമായി, ഫിനിഷിങ്ങിന് ഫിനിഷിങ്ങുമായി. ഇനി ഇതിൻ്റെ ഹുക്ക് വയ്ക്കാനുള്ള പട്ടി തയ്ക്കാം. അതിനിങ്ങനെ 2 തുണി എടുക്കുക. 2.25 ഇഞ്ച് വീതിയൊക്കെ മതി. 1 ഇഞ്ച് വീതി വേണമെന്നില്ല, മാക്സിമം കിട്ടുന്നത് എടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്ക്കുക. എന്നിട്ടിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഈ തയ്യത്തുമ്പ് ഒരല്പം അങ്ങോട്ട് ഒരു പോയിൻ്റ് തയ്യൽ പിടിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ അധികം വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കുക. അതിലുള്ള തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വയറിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. അതാ ഇങ്ങനെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഒരു തയ്യലും കൂടി ഇടാം. അതിലുള്ള തയ്യത്തുമ്പ് കട്ട് ചെയ്യുക. ഇനി ഇതിൽ അതേപോലെ ഹുക്ക് വയ്ക്കാനുള്ള പട്ടി വയ്ക്കുക. ഇതൊരു 1.5 ഇഞ്ച് മതി. 1.5 ഇഞ്ച് ഇങ്ങനെ വച്ചിട്ട് പതിച്ചടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഈ അടിവശത്ത് മാത്രം തുമ്പ് ഫിനിഷ് ചെയ്യുക. ഇവിടെ ഇത് അതിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഒപ്പാണോ എന്ന് നോക്കാം. കറക്റ്റാണ്. ഇനി ഇതിൻ്റെ ബാക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അരഞ്ച് മടക്കുക. എന്നിട്ടും ഇങ്ങനെ 1 ഇഞ്ച് മടക്കിയിട്ട് ഇത് കൂടെ ഒരു തയ്യലിടുക. ഈ ടെക്കൊന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ ടെക്കിടാം. ഇതും അതേപോലെ ഇടാം. നിങ്ങളിവിടെ മടക്കി അടിക്കുന്നതിന് സെപ്പറേറ്റ് പീസ് കൊടുക്കുകയാണെങ്കിൽ ടെക്ക് ഇട്ടതിന് ശേഷം അടിക്കുകയായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇങ്ങനെ 1/2 ഇഞ്ചിൽ ജോയിൻ്റ് ചെയ്യാം. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇതിൻ്റെ കഴുത്തൊന്ന് അടിക്കാം. കഴുത്തടിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുത്ത് കട്ട് ചെയ്ത അതേ പീസ് തന്നെയാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ നല്ല വശത്തുനിന്ന് ഇങ്ങനെ ഒരല്പം എന്നിട്ട് 1/2 ഇഞ്ച് കയറ്റി വയ്ക്കുക. എന്നിട്ട് അങ്ങനെ തയ്ച്ചെടുക്കുക. സിംഗിൾ പീസാണ് വയ്ക്കുന്നത്. അതിലുള്ളത് കട്ട് ചെയ്തിട്ട് ഈ പീസ് എടുക്കുക. എന്നിട്ട് ഈ ഭാഗം ആദ്യം ഉള്ളിലേക്ക് മടക്കുക. അതിലുള്ളത് അതിന് ശേഷം ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് മടക്കുക.
എന്നിട്ട് ഇതിൻ്റെ മേലെ പതിച്ചിട്ട് ഒരു തൈലിടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തയ്യത്തുമ്പ് അധികമുള്ളത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഹെമ്മിങ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ കഴുത്ത് കൂടി കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇത് ബാക്ക് നമ്മൾ ഇവിടെ ഒന്ന് അടയാളം ഇടാം. മാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഫ്രണ്ട് അതേപോലെ 9 ഇഞ്ചാണ് വരുന്നത്. ആ 9 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അതായത് ചെസ്റ്റ് 36 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4 9 തന്നെ മാർക്ക് ചെയ്യാം, കാരണം ഇവിടെ ടെക്കെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇവിടെ അതേപോലെ 9 മാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡാണ് ആദ്യം അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ കുഴിച്ച് വെട്ടിയ ഭാഗം ഇവിടെ വരും, ഫ്രണ്ടിൽ വരും. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ സെൻറ്റർ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക ഒരു തയ്യൽ. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും അടിക്കാം. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇതുപോലെ മറ്റേ കൈയും അടിച്ചെടുക്കാം. 2 സ്ലീവ് അടിച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് അടയാളം ഇടാം. അതായത് 28 ഇഞ്ചാണ് ബോട്ടം. അപ്പോൾ 4 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേ 7 ഇഞ്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് തിരിച്ച് വെച്ചിട്ട് ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലീവ് മൗത്ത് 11 ഇഞ്ച്. അപ്പോൾ ഈ 11 ഇഞ്ചിൽ നിന്ന് ഈ അടയാളം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൽ മാർക്കുണ്ട്, ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് അടിച്ചെടുക്കാം. ഇനി ഇതിനടുത്ത് കൂടെ ഒരു 4 ഇഞ്ചിൽ ഒരു 2 തൈലും കൂടി ഇടാം. ഇനി ഇതേപോലെ മറ്റേ സൈഡും തയ്ച്ചെടുക്കാം. 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് നൂല് അടന്നു പോവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.